ഹലോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ചെയ്യേണ്ടത് കണ്ണൂർ വ്ളോഗായിരിക്കും. ഏകദേശം അതെടുത്തത് എനിക്ക് ജൂണിലാണ് നമ്മൾ ആ വ്ളോഗ് എടുത്തത്. ഇപ്പം ഇന്ന് ഡേറ്റ് സെപ്റ്റംബർ 14 ഉത്രാട ദിനം. നാളെ തിരുവോണം, നാളെയാണ് ഓണം. അപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസം ട്രിവാൻഡ്രത്താണ്. കോയമ്പത്തൂരിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഇപ്പോൾ പുതിയ ജോബിന് കയറി ഇപ്പോൾ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് കുളിച്ച് സുന്ദരനായ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ കോസ്റ്റ്യൂം ഉണ്ടോ, വെറൈറ്റി ആയില്ലേ കേട്ടോ. ചിങ് ഉണ്ടോ, സ്റ്റുഡിയോ അപാരത ഗൈസ്. അപ്പോൾ ഇറങ്ങി നമ്മൾ പുറത്തോട്ട് പോവാണേ. അപ്പോൾ നിങ്ങൾ റൂം കാണും. റൂം പെട്ടെന്നൊരു ഓടിച്ച് കാണിച്ചത്. റൂം ടൂർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ കോയമ്പത്തൂർ റൂം ടൂർ ചെയ്തായിരുന്നു. അജയ് ശ്രീധർ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഈ പ്രാവശ്യം 20 കമൻറ്റ് അല്ല 15-20 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂം ടൂർ ചെയ്യും. അജയ് ശ്രീധർ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരാൾ തന്നെ ഇവരായിട്ടാൽ മതി. 20 കമൻറ്റ് റൂം ടൂർ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇവരെല്ലാം ഞാൻ വ്ളോഗിൽ കൊണ്ടുവരും. അതിൽ ഇന്ന് വ്ളോഗിൽ കുറേ പുതിയ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. കുറേ പേരെ ഞാൻ വ്ളോഗിൽ ഞാൻ കയറ്റുന്നുണ്ട്. അതിലൊരു സർപ്രൈസ് അടുത്ത ആഴ്ച ഒരു ട്രിപ്പുണ്ട്. അതൊരു കിടിലൻ സംഭവമാണ്. അത് സർപ്രൈസാണ്. ആ ട്രിപ്പിനുള്ള ഒരു 2 പേരെ, മൊത്തം നമ്മൾ 4 പേരാണ് പോകുന്നത്. അതിൽ 2 പേരെ ഞാൻ ഉൾപ്പെടെ 3 പേരെ ഇന്ന് കാണിച്ചു തരാം. ഒരാൾ സർപ്രൈസ്, അത് അന്ന് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത, ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ഓണാഘോഷം കാണാൻ പോവുകയാണ്. ട്രിവാൻഡ്രത്ത് കിടിലായിട്ട് നോർമലി ട്രിവാൻഡ്രം കോർപ്പറേഷൻ ടൂറിസമാണ് ചെയ്യുന്നത്. പ്രാവശ്യം വയനാട് ദുരന്തം കാരണം കോർപ്പറേഷൻ ചെയ്യുന്നില്ല. അതിന് പകരം പ്രൈവറ്റായിട്ട് മൈത്രി ആൻഡ് ഏഷ്യൻ ന്യൂസ് ചേർന്നാണ് ഓണക്കൂട്ടായ്മ എന്നാണ് പരിപാടി ചെയ്യുന്നത് കന്യാകുമാരിയിൽ. അത് ഫുള്ള് കാണിക്കും. പിന്നെ നമ്മുടെ ടീമിൻ്റെ അലമ്പും വ്ളോഗും അതിന് കുറേ സംഭവങ്ങളുണ്ട്. അപ്പം സ്റ്റേ ട്യൂണ്ടല്ല കണ്ടുള്ളൂ. അപ്പം എല്ലാം പറഞ്ഞത് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കന്യാകുമാരി എത്തി. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് അട്ടയർ. ഇനി നമ്മളെ വ്ളോഗിൽ സ്ഥിരം കുറേ ദിവസത്തേക്ക് കാണും. ആരാണ്? പറയൂ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഷേബ അലക്സ് ആണ് ഗൈസ്. വകയിൽ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെ ചാനലിന്റെ മുതലാളിയുടെ അനിയത്തിയായിട്ട് വരും. പിന്നെ ഞങ്ങള് ഗ്രീൻ ആർമിയിൽ ഞങ്ങൾ പാർട്ട്നേഴ്സ് ആണ്, കോർഡിനേറ്റേഴ്സ് ആണ് കേട്ടോ. പാർട്ട്നേഴ്സ് ഗ്രീൻ ആർമിയുടെ എല്ലാം ഗ്രീൻ ആർമിയുടെ മുതലാളിമാരെ ഇപ്പോൾ തരും. അവരാരും വ്ളോഗ് കാണുന്നവർ സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ അവരെല്ലാവരും വരും ഗൈസ്. എല്ലാം നമുക്ക് അകത്ത് കയറാം. നമ്മൾ ബാക്കി പിള്ളേരും കൂടെ വന്നിട്ട് നമുക്ക് അകത്ത് കയറാം. നമ്മൾ അകത്ത് കയറി നമ്മളൊരു അവളെ വിളിച്ചോ കാസിനെ. ആളോടെ ഒരാളെ കൂടെ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഗൈസ് 50 രൂപയാണ് ടിക്കറ്റ്. ഈ 50 രൂപയ്ക്ക് ഇത് നമ്മൾ വാസ്താറെന്ന് നമ്മൾ പറയും. കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രീൻ ആർമിക്ക് വോളണ്ടിയർ ചെയ്തപ്പോൾ നമ്മളെ കനപ്പ് ഇവിടെ ആയിരുന്നു അല്ലേ? പ്രാവശ്യം ഫുൾ കളർഫുള്ളാണ്. കഴിഞ്ഞ പ്രാവശ്യം വേറെ ഫുൾ ഒരു ഗോൾഡൻ തീമായിരുന്നു. ഈ വർഷം ഫുൾ ഒരു കളർഫുൾ തീമാണ്. നമ്മൾ എല്ലാവരും എത്തുന്നേ ഉള്ളൂ. നമ്മൾ ടീം ഫുള്ള് എത്തും ഗൈസ്. അകത്തത് പാനിപ്പൂരി ചുണ്ടൽ ഷോപ്പ്. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തർ എത്തട്ടെ. നമുക്ക് എല്ലാവരും വന്നിട്ട് ഇന്ന് ഫുൾ ഓണായിരിക്കും. കുറേ പരിപാടീസ് ഉണ്ട്. അടുത്ത എത്തിയിരിക്കുന്നു. കയറുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഉറച്ച് പറ. എന്റെ പേര് അസ്ന. ഞാൻ നാഷണൽ കോളേജിൽ പഠിക്കുന്നു. അത് മതി ഗൈസ്. ഇത് ആരെന്ന് കണ്ടോ? അടുത്ത ആഴ്ച ഏഷ്യനെറ്റ് ന്യൂസിൽ അല്ലേ? അല്ല അതല്ല ഗൈസ്, മോഡലാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ. വരുന്ന 16-ാം തീയതി ഷോ ഉണ്ട്. അതല്ല, നിങ്ങളെ പേര് നാളെ പറയാം. വിഷ്ണു. നമ്മളെ മെയിനാണ്. എല്ലാണ് പട്ടിപ്പണി എടുക്കുന്നത്. എന്ത് പണി ജനിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മളെ സാമ്രാജ്യത്തിനെ കുറിച്ച് എന്താണ് ഓർമ്മകൾ? പ്രാവശ്യം നമ്മളില്ല, വേറെ പ്ലാൻ ചെയ്യുന്നു. എന്താണ് വെള്ളം കൊണ്ട് ഓടിയതാണ് ഓട്ടം. കഴിഞ്ഞ വർഷം വെള്ളം കൊടുത്തത് നമ്മളായിരുന്നു. അതൊക്കെ ഒരു കാലം. ബാക്കിയുള്ളവർ കൂടെ വന്നിട്ട് നമുക്ക് ബാക്കി എക്സ്പീരിയൻസ് നമുക്ക് പറയാം. വെൽക്കം ടു മൈ വ്ളോഗ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ. വൈഷ്ണവ്. ബാക്കി അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, വൈഷ്ണവ് പുതിയ ആളാണ് ഗ്രീൻ ആർമിയിൽ. നേരത്തെ എക്സ്പീരിയൻസ് ഇല്ല. ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നു. ക്യാമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ വർഷം ഈ ടീംസ് എല്ലാം നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ വർഷം നമ്മളെല്ലാം ഇവിടെ ഡ്യൂട്ടി ചെയ്തതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഡ്യൂട്ടി ഏത് ടൂറിസം ക്ലബിലായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ ഗസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഡ്യൂട്ടി ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നൈസ് ആയിരുന്നില്ലേ? ഗൈസ്, വോളണ്ടിയറിങ് എപ്പോഴും നൈസാണ് അല്ലേ? എല്ലാവരും വോളണ്ടിയറിങ് ചാൻസ് ഇട്ടേ ചെയ്യുക. ബാക്കി പിള്ളേർ വരട്ടെ. എൻട്രൻസ് ഇവർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കിളിക്കൂറിൻ്റെ ചട്ടിയല്ല, ചട്ടിക്കകത്ത് ലൈറ്റ് ഉണ്ടാ? ചിലതിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, ഇതിൽ ലൈറ്റ് ഇല്ല ഗൈസ്. കൊള്ളാം, രസമുണ്ട്.
നമ്മൾ കഴിഞ്ഞ വർഷം ഫുൾ ഇവിടെ പച്ചമയവും ഗോൾഡൻ തീമായിരുന്നു. അതിന് വരെ ഈ വർഷം ഫുൾ കളർഫുൾ ആണ്. ഗൈസ് ഈ വർഷം കല ഓണം. വേണ്ട വല്ല കപ്പിൾസിനെ എനിക്ക് അടി വാങ്ങാൻ വയ്യ. പാവം പിള്ളേര് വീട്ടിലൊക്കെ പറയാൻ തന്നിരിക്കണായിരിക്കും. ഞാൻ കൊണ്ടുവച്ച് കാണിച്ചിട്ട് ഓണായിട്ട് കൊച്ചു കള്ളൻ. എന്റെ അടുത്ത ഓണം കഴിച്ചിട്ട് വ്ലോഗ് ഇറങ്ങുള്ളൂ. കഴിഞ്ഞ ആറ്റൽ പൊങ്കലയുടെ വ്ലോഗ് ഇതിൽ ഇറങ്ങിയിട്ടില്ലേ? അപ്പൊ റെഫറൻസ് ആയി. ഇപ്പൊ ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇറങ്ങൂല. മറ്റേ കൊട്ടിയൂർ വ്ലോഗ് ഞാൻ ഈ ഇടയ്ക്കാണ് ഇട്ടത്. അപ്പൊ നമ്മൾ ഏഷ്യൻ ന്യൂസിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെ സിനിമയിലെടുത്ത് തുടങ്ങി ജസ്റ്റ് യൂട്യൂബേഴ്സാണ്. അതിന് നമ്മൾ ഇന്റർവ്യൂ ഞങ്ങൾ ഇവിടെ തന്നെ ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇനി ടി വിയിൽ കാണാം. പിള്ളേരൊക്കെ ഫുള്ള് വൈബായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ആസ്വദിക്കുക, ആഘോഷിക്കുക, എന്ത് ആഘോഷമുണ്ടെങ്കിലും കരയൊക്കെ ഈ ഓണം നമുക്ക് കളറാക്കി എന്നൊക്കെ തന്നെയാണ് ഏഷ്യൻ ന്യൂസിന്റെ പേര്. അതിന് മുങ്ങാനുള്ള കുറെ മോനെ ഇവര് നിങ്ങളല്ല ഏഷ്യൻ ന്യൂസിന് വേണ്ടി പാട്ടൊക്കെ പാടി. അക്ഷീസ് അല്ല ഒരിക്കലും പാടരുത്. പാട്ട് വേണ്ട, കോപ്പറേറ്റ് അടിക്കും. ഞാൻ പാട്ട് അവർക്ക് പൈസ ഉണ്ട്, അവർ കോപ്പറേറ്റ് പൈസ കൊടുക്കും, ഞാൻ പൈസ കൊടുക്കും. ഞാൻ ഊമയാണ്. പേര് എനിക്ക് കണ്ണൂടെ ചെവിട്ടോടെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഊമയാണ്. ലോഡല്ലേ ഏഷ്യനെറ്റ് ന്യൂസിന്റെ ഇന്റർവ്യൂ കൊടുത്ത് എന്റെ വ്ളോഗിന് തരാം. ഗൈസ് തൽക്കാലം സരിങ്ങോ. ഗൈസ് അടുത്ത് വന്നപ്പോൾ ഇവിടെ കുറച്ച് പോസ്റ്റേഴ്സും സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സെയിലിനുള്ളതാണോ? ഇങ്ങനെയാണ് പ്രൈസ് ഒക്കെ പറയൂ. വലുത് 2 50, ചെറുത് 2 30. ഇതാ ഇതൊക്കെ പോസ്റ്റേഴ്സ് ഒക്കെ ആടാ. പോസ്റ്റേഴ്സ് ഏറ്റവും വലുത് 100, ബാക്കിയെല്ലാം 50. ഇതാ കൊള്ളാലോട്ട് ഗൈസ്. പോസ്റ്റേഴ്സ് കൊണ്ട് എല്ലാം റീസണബിൾ റേറ്റ് ആണ്. നമ്മൾ പിള്ളേരെയാണ് ഫുള്ള് വന്ന് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ്സ് ആണ്, ഡ്രോയിങ്സ് കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ആകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഗൈസ് ഇതാണ് ഇപ്പോഴത്തെ നിശാഗന്ധി. ഈ സാധനം കുറേ കഴിയുമ്പോൾ ഞാൻ വന്ന് കാണിച്ചു തരും. ഇനി ആൽമരത്തിൻ്റെ പരിപാടിയുണ്ട്. കെ ചിത്ര വരുന്നുണ്ട്, ആസിഫൽ വരുന്നുണ്ട്, അപർണ ബാലമുരളി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ വരും. ഗൈസ് തగ్గടിക്കുകയല്ല, നിങ്ങളെല്ലാം ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ ഒരു സ്ഥലം വ്ളോഗിൽ തగ్గടിക്കും. ഞാൻ പറഞ്ഞ സാധനം ഒന്ന് ഇപ്പൊ ഇതിങ്ങനെ ആരുമില്ല. നമ്മളെ കുറെ കഴിയുമ്പോൾ നമ്മളിവിടെ വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റിയ വ്ളോഗ് വരും. യെസ് ട്രാൻസാക്ഷൻ. അവിടെ പെറ്റ്സ് പാർക്കാണ്. നമ്മൾ കയറില്ല. ഇവിടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. നമ്മളത് വെല്ലു നമ്മൾ ഇത് പ്ലാസ്റ്റിക് ആണ് ആരും വാങ്ങുന്നത്. നിങ്ങൾക്കും വാർത്ത വായിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞു തന്നത്. എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്. ഞാൻ മിണ്ടാതിരിക്കണേണ് നിനക്ക് നല്ലത്. ആണോ? എന്താണ് സംഭവം? ലൈവാ? ഏഷ്യൻ ന്യൂസ് ആണ്. നീ അങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ കാണിക്കും. അങ്ങനെ നീ ന്യൂസിലെത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അകത്ത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം എൻ്റെ കൂടെ ഓണം കാണാൻ വന്ന കൊച്ചാണ് ഇപ്പോൾ ഏഷ്യൻ ന്യൂസിൽ ഇത് ആങ്കർ ചെയ്ത്. ഗൈസ് എനിക്ക് വായിക്കാറുള്ള ഒരാൾ ഗൈസ് പേരൊക്കെ എഴുതി കാണിക്കുന്നത്. ഷേബയുടെ ലൈവ് ഷേവ പ്രധാന വാർത്ത. തലസ്ഥാന നഗരം ഓണാഘോഷ
സ്വീകരണ മുറിയിലെ സാന്നിധ്യമായ ഏഷ്യൻ ന്യൂസ് സർപ്രൈസ്. അങ്ങനെ അക്ഷയ ടി വിയിൽ എടുത്തിരിക്കുകയാണ്. ടി വിയിൽ ഏഷ്യ ന്യൂസിൽ പറ, അല്ലെങ്കിൽ വല്ല സൈറ്റിലൊന്നും തരും. അങ്ങനെ ചരിത്ര നേട്ടമായ ഏഷ്യ ന്യൂസിലേക്ക് അക്ഷയ് അങ്ങനെ വന്നിരിക്കുന്നു. യൂട്യൂബിലെ 1 കോടി സബ്സ്ക്രൈബേഴ്സുമായി അക്ഷയ് കോണർ. പ്രേക്ഷകർക്കെല്ലാം 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് അക്ഷയ് നമ്മളെ കൂടെ ഉണ്ട്. പാവം പേടിച്ച് കുറച്ചിരിക്കുന്നുണ്ട്. ഏഷ്യൻ ന്യൂസിന് 30ാം വർഷത്തോടനുബന്ധിച്ച് ചരിത്ര നേട്ടമായ ഏഷ്യൻ ന്യൂസ് നമ്മുടെ സ്വന്തം അക്ഷയ് കോണറിനൊപ്പം പ്രൗഡ് സിറ്റിസൺ ആങ്കർ. അക്ഷയുടെ വക ഓണാശംസകളും നിങ്ങൾ കേട്ടിരിക്കുന്നു. ഇറക്കി വിട്ടു അവനെ അവിടെ നിന്ന്. ഗൈസ് അപ്പോൾ നമ്മൾ ഏഷ്യൻ്റെ കഴിഞ്ഞടുത്ത് ഷോപ്പില്ല ഗൈസ് എൻ്റെയാണോ ഗായ് എന്നെ സിനിമയിൽ അല്ല ഏഷ്യൻ്റെ ന്യൂസിൽ ആക്ഷൻ സോങ് ഗൈസ് ഏഷ്യൻ ന്യൂസിൽ എല്ലാവരും കാണുന്നതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചത്. ഇത് സീക്രട്ട് ആണ്, ആർക്ക് പറഞ്ഞിട്ട് എക്സാമിനൊക്കെ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഇങ്കി പിങ്കി പോങ്കി അല്ല ഇത് ഇവിടെ ഇട്ടില്ല. അപ്പം ഇങ്കി പിങ്കി പോങ്കി ഫാദർ ആസ് എ ഡോങ്കി ഡോങ്കി ഡേറ്റ് ഫാദർ കേഡ് ഇങ്കി പിങ്കി പോങ്കി. ഒരു അപ്പം അടുത്ത് ഇവിടെ തുടങ്ങണം. അപ്പം മൂന്നാമത്തെ തുടക്കം ഇങ്കി പിങ്കി പോങ്കി ഫാദർ ആസ് എ ഡോങ്കി ഡോങ്കി ഡേറ്റ് ഫാദർ കേഡ് ഇങ്കി പിങ്കി പോങ്കി. അടുത്ത് വായിച്ച് നോക്കാൻ പാടില്ല, അത് സമയം വേസ്റ്റാണ്. കെമിസ്ട്രി അമ്മേ ഇനി ടീച്ചറെ സോറി. ഇങ്കി പിങ്കി പോങ്കി ഫാദർ ആസ് എ ഡോങ്കി ഡോങ്കി താങ്ക് യു ഷേബ. ഇങ്കി പിങ്കി പോങ്കി ഇങ്കി പിങ്കി ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഈ സമയം എവിടെ കേട്ടിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു സ്റ്റോളിലെത്തി. എന്താണ് സംഭവം? ഹലോ എവ്രിവൺ. അപ്പോൾ ഇത് ഹാലോ ഹബ് ആണ്. നമ്മൾ ഗിഫ്റ്റിംഗ് പേഴ്സണലൈസ്ഡ് ഇവന്റ്സ് മെർച്ചൻഡൈസ് എല്ലാത്തിലും ഫോക്കസ് ചെയ്യുന്ന ഒരു ടീമാണ്. സോ നമ്മളിവിടെ കനകക്കുന്നിൽ ഓണക്കൂട്ടായ്മയ്ക്ക് ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ കുറേ അറേ ഓഫ് ഫ്രെയിംസ്, ഗിഫ്റ്റ്സ്, ബട്ടൺ ബാഡ്ജ്, ലൈവ് പോൾറോയിഡ്സ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാം ലൈവായിട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ പോൾറോയിഡ്സും ബട്ടൺ ബാഡ്ജസും കുറച്ച് PVC കാർഡ്സ്, ഫ്രെയിംസ് എല്ലാം ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇതുപോലത്തെ കാർഡ്സ്, ഇത് ബട്ടൺ ബാഡ്ജസ്, ഫോട്ടോസ് ഈ ഒരു സൈസിലുള്ള എല്ലാ ഫ്രെയിംസും ഇതുപോലത്തെ വലിയ ഫ്രെയിംസും ലൈവായിട്ട് പോളറോയിഡ്സും ചെയ്ത് കൊടുക്കും. താങ്ക് യു. കുതിര ഓഫ് കേരള ആൻഡ് ട്രിവാൻഡ്രം. ഹലോ കുതിരെ, ഹലോ ഒട്ടകം. 2 കുതിര 2 ഒട്ടകം. ഇതേത് ടി വി? ദിസ് ഈസ് ദാറ്റ്. വാ എക്സ്പ്ലെയിൻ മൈ. ഓക്കെ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് തുമ്പൂർ മൊഴി? ഹൂ ഫൗണ്ടഡ് തുമ്പൂർ മൊഴി? പറഞ്ഞോട്, എന്റെ ഓഡിയൻസ് പറഞ്ഞോട്. ഇത് ശിവസാർ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ അശ്വിൻ ചേട്ടാ? ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഗൈസ് വലിയ രീതിയിലുള്ള വേസ്റ്റ് ഒക്കെ വരുമ്പം, അതായത് കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇതൊന്ന് പിടിക്കണോ? അപ്പം എന്താ, ഒരുപാട് വേസ്റ്റ് ഒക്കെ വരുന്ന സമയമില്ലേ, ഈ ഓണ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സദ്യ ചെയ്യും. ആ സദ്യ ചെയ്തിട്ട് ഒരുപാട് വേസ്റ്റ് വരുമ്പോൾ നമ്മൾ ചെന്ന് മണ്ണിലോട്ട് തട്ടലാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി. അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ആ സാധനങ്ങളൊക്കെ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് തുമ്പൂർ മൊഴി സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. നമ്മുടെ ബയോവേസ്റ്റ് മാത്രമല്ല, നമുക്ക് ഈ കരിയിലയും ഒക്കെ ഇടാവുന്നതാണ്. കണ്ട അവിടെ കരിയിലിട്ടിട്ടുണ്ട്. സമയം കഴിഞ്ഞിരിക്കുന്നു. 2 സെക്കൻഡ്. ഈ കൂട്ടത്തിൽ എങ്ങനെയാണ് പ്ലാസ്റ്റിക് വന്നതെന്ന് എനിക്ക് അറിഞ്ഞു. അത് ഇത് ആരാണ് നടത്തുന്നത്? സഞ്ചാര വകുപ്പാണ് നടത്തുന്നത്. അവരെ ശ്രദ്ധയ്ക്ക് ഇത് ശരിയാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഗ്രീൻ വോളണ്ടിയേഴ്സ് ആണ്. ഇത്ര അലമ്പാണെങ്കിലും നമ്മൾ ഡ്യൂട്ടി സമയത്ത് പക്കയാണ്. ഇത് ഈ സാധനം ശരിയായില്ല, ഇതൊന്ന് സെറ്റാക്കണേ. ട്രിവാൻഡ്രം കോർപ്പറേഷൻ വിവേകേട്ട എല്ലാവരും മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കൊച്ചു മാത്രം. എന്ത് പറ്റി കുഞ്ഞ് നിനക്ക്? പറയൂ, നിനക്ക് എന്തോ ഒരു വല്ലായി കഴിക്കാവുക? അയ്യേ, വെള്ളം വേണം നിങ്ങൾക്ക്? വെള്ളമല്ലേ വേണം? ഞാൻ വാങ്ങിച്ചുതരാം. പക്ഷെ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിച്ചുകൂടാ. നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചുതരാം. ബാ കമോൺ, ഒരു വെള്ളം വാങ്ങിച്ചോ കൊച്ചിന്. സെറ്റിൽ ആരാണ്? കമോൺ. എങ്ങോട്ടാണ് ഞാൻ വിളിച്ചോണ്ടോ? വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. കമോൺ ഗൈസ്.
ഓ വരൂന്ന്. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? പറ പറ പറ. ബിഗ് ബോസിൽ ഔട്ടായ ചോദ്യമാണ്. അതുകൊണ്ടല്ലേ ഞാൻ എടുത്തത്. 56 അല്ല 28. പിന്നെ ഏഷ്യൻ ന്യൂസിൽ എടുത്തിരിക്കുന്നു. ബാബൻ നമ്മളൊക്കെ എടുത്തതാണ്. റീടേക്ക് എടുക്കാൻ വന്നിരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ 3 പേര് പോവാണ്. കാവ്യ, അനിതവി, അനില, ത്രിമൂർത്തികളൊന്നും അറിയപ്പെടും. ടാറ്റാ. ഇനി എന്ന് കാണും? 20-ാം തീയതി. നാളെ ഓക്കെ ഗൈസ്. പറയാതെ പറയാം. അപ്പം ടാറ്റാ. അപ്പം നമുക്ക് നമ്മൾ ഇപ്പോൾ ഏഷ്യൻ ന്യൂസിൽ ലൈവ് കൊടുത്ത് യൂട്യൂബ് ഇവിടെ വന്നപ്പോ വെക്കടാ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. വരുന്നവര് മിസ് ചെയ്യാതിരിക്കുക ഈ ഒരു സ്പോട്ട്. ഗൈസ് നമ്മളെ സിനിമയിലെടുത്ത് ഒരു വാർത്ത എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു സംശയം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കണ്ടപ്പോ ഞാൻ വിചാരിച്ച ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തച്ചു. നീയോ തച്ചോ? ഓക്കെ ബൈ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ അവിടെ കാണുന്നുണ്ട്. പോയി നോക്കാം എന്താ സംഭവം. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. എല്ലാവരും ഊഞ്ഞാലൊക്കെ ആയിരുന്നു. ഹലോ, എന്താണ് സംഭവം? ഹലോ ഗൈസ്, എന്താണ് സംഭവം? എന്താണ് അതേപോലെ ആർക്കൊന്നും താല്പര്യമില്ല. ഫേസ് പെയിന്റിങ് ബട്ടർഫ്ലൈ ഒക്കെ വരച്ചു വെക്കും. ഇവിടെ ഒരു ബട്ടർഫ്ലൈ. ഇവിടെ നമുക്ക് ഇവിടെ ഗ്രീൻ ആർമിന്ന് കുത്താം. ഗ്രീൻ ആർമി മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ. ഒരു നെറ്റിപ്പട്ടം കൂടെ കെട്ടാനേ. പുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. കുഞ്ഞു കളിക്കുന്ന കുഞ്ഞുപുഴു, കുഞ്ഞു കളിക്കുന്ന കുഞ്ഞുപുഴു. ഗൈസ് നൈസായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഡെക്കറേഷൻ ഒക്കെ നൈസ് അല്ലേ? ഡെക്കറേഷൻ ഒക്കെ നൈസാണ്. ഇത് ഏത് ഈ പ്രോഗ്രാമിന്റെ പേരൊക്കെ അറിഞ്ഞൂടാ? തച്ചു 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 എന്റെ സ്റ്റെപ്പ്. ഗൈസ് ഒന്ന് ഗെയിം കളിക്കാൻ പോകാം. കമോൺ. അവരെ സ്പോർട്സിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവര് നല്ല ബാക്ക്ഗ്രൗണ്ട് എഴുതിയിട്ടുണ്ട്. അക്ഷയ് ബ്ലോഗറിന്റെ പുതിയ കോപ്രായം. കഴിഞ്ഞു ഊരിക്കും. എങ്ങനെ
എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇനി അടുത്ത് നിശാഗന്ധി പോവാണ്. പോവല്ലേ ഗൈസ്? പോവാണ്. ആരാ എവിടെയെങ്കിലൊക്കെ പോവാം ഗൈസ്. ഗൈസ്, ഇന്നൊരു ബ്ലോഗർ കണ്ടുപിട്ട് പോകും. അപ്പോൾ വ്യൂസ് ഉള്ള ബ്ലോഗർ, ഇത് വ്യൂസ് ഇല്ലാത്ത ബ്ലോഗർ. ഇങ്ങനെയൊക്കെയാണ് അവിടെ എല്ലാവരും തുടങ്ങണേ. അപ്പോൾ ഗൈസ് വല്ല ഫുൾ കളർഫുൾ ഇരിപ്പിടമാണ്. കനകക്കുന്നിൻ്റെ മൊത്തം വൈബ് കളർഫുൾ കനകക്കുന്നായി. കഴിഞ്ഞ വർഷം ഫുൾ ഒരു ഗോൾഡൻ തീമായിരുന്നെങ്കിൽ ഈ വർഷം ഫുള്ള് കളർഫുള്ളാണ് ഗൈസ്. കഴിഞ്ഞ വർഷം ഒരു ഗോൾഡൻ തീമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അടിക്കാൻ വയ്യ. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ഓർമ്മകളാണ്. നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പിലൊക്കെ നിന്ന് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. നൈസായിരുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഹലോ കൊനിച്ചി ബാബാ. പേര് പെട്ടെന്ന്. എനിക്ക് പേരില്ലേ ഗൈസ്? ഇനി അടുത്തൊരു സർപ്രൈസ് ബ്ലോഗ് വരുന്നുണ്ട്. ട്രിപ്പ് വരുന്നുണ്ട്. സർപ്രൈസ്. എൻട്രൻസിൽ തിരക്കായി വരുന്നു. ഇതൊന്നും ഒരു തിരക്കേ അല്ല എന്നുള്ളതാണ്. ഇതൊക്കെ വെറും സാമ്പിൾ. ഇന്ന് ഇന്ന് ഉത്രാടല്ലേ? രണ്ടാമത്തെ ദിവസം ആയതേ ഉള്ളൂ. നാളെ കഴിഞ്ഞിട്ടാണ് ഇവിടെ തിരക്ക് വരാൻ പോകുന്നത്. പിന്നെ ഇവിടെ ജനപ്രളയമായിരിക്കും. പിന്നെ ഈ ലൈറ്റൊക്കെ കഴിഞ്ഞ വർഷം എങ്ങനെ ആയിരുന്നു ഗൈസ്? നമ്മളാണ് നടത്തിയത് കഴിഞ്ഞ വർഷം. ഈ വർഷം എങ്ങനെ നടന്നൂടാ. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പരിപാടി കാണാനാണ് വന്നത്. അത് 6:30 പരിപാടി. ഇപ്പൊ സമയം 8 മണി. കമോൺ ഗൈസ്, ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം, എന്നാലും രസമുണ്ട്. ഈ വീഡിയോ പറഞ്ഞോ വരും സമയം കിട്ടിയ. കണ്ടോ മരത്തിൽ ഫുൾ മിന്നുകൾ. ഈ വ്ലോഗ് കണ്ടിട്ട് നിങ്ങൾ ഞാൻ അലമ്പെന്ന് വിചാരിക്കില്ല. ഞാൻ പാവമാണ് ചേട്ടാ. എന്നെ കുറിച്ച് കണ്ടു. ഓ വാവ്, ഇത് കണ്ടു. ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി. ഓരോ കലാകാരന്മാർ, എന്നെ പോലത്തെ ഓരോ വളർന്നു വരുന്ന കലാകാരന്മാർ. ഫുള്ള് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അടിപൊളിയായ ഗൈസ്, അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ വാവ് അല്ലേ? നൈസായിട്ട് ചെയ്തിട്ടില്ലേ? എന്താണ് അഭിപ്രായം ഗൈസ്? ഇപ്പം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരും. ഇപ്പം സ്പെഷ്യൽ ഗസ്റ്റ് ഇപ്പം ഇവിടെ ഉണ്ട്, എത്തിയെന്ന് പറഞ്ഞപ്പോൾ വരും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. എന്താണ് പറയാനുള്ളത് സാർ? ഓണത്തിനെ കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? കാക്കി പാന്റ്, ബ്രൗൺ ഷൂ. ഇത് സുഖല്ലേ? ലോജിസ്റ്റിക്കിന്റെ ഭാഗത്തുനിന്ന് എന്ത് ഓക്കെ ബാ. നമ്മൾ കുറച്ചൊരു ഫ്രണ്ടിന് ഊഞ്ഞാല് കണ്ടു. ഇവിടെ അടുത്ത ടീമിനെ കണ്ടു. ഗൈസ്, അശ്വിൻ ചേട്ടന്റെ അഭിനയമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അശ്വിൻ ചേട്ടന്റെ അഭിനയമാണ് നമ്മളിപ്പോ കണ്ടത്. ചേച്ചി ഹലോ ശരണ ചേച്ചി. ഹായ്, പേര് പറയൂ. ഹായ്, പേര് കിഷോർ. ഹായ് ഹായ് ഹായ്. പേരെന്താ? പേര് പറയടാ. വ്ലോഗ് പേര് പറഞ്ഞോടാ. അങ്കിളിനെ പേര് പറഞ്ഞോടാ. കളിച്ച് ഒരു തളഞ്ഞ അടുത്ത് ഇപ്പുറത്ത് DJ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യേട്ടാ, മനുഷ്യൻ്റെ ഒരു കാര്യം ചോദിക്കല്ലോ. ഇന്റർവ്യൂ ഇതൊക്കെ റെക്കോർഡാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സ്ഥലത്തിനെ കുറിച്ച് മനുഷ്യനാണ് ഏറ്റവും ഓർമ്മയുള്ളത് ഇവിടെ. ഒരു പൊതുവേദിയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ്. മനുഷ്യനായിരുന്നു ഇവിടുത്തെ ഡ്യൂട്ടി. മനുഷ്യർ അവിടെ ആറാടുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഫ്രണ്ട്. അപ്പം നമ്മൾ ഇറങ്ങിയാണ്. തച്ചു ഷേബ ഇറങ്ങിയാണ്. ഞാൻ മനുഷ്യനോട് കാണൂലേ? നമ്മളെ ടീം സിനി വരാനുണ്ട് ഗൈസ്. അപ്പോൾ അവര് പോവാണ് ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്. ഗൈസ്, നമ്മൾ വെളിയിൽ വന്നപ്പോൾ ഇതാണ് ഫുൾ ലൈറ്റിങ്സ്. ഫുൾ അങ്ങ് അറ്റം വരെ ഫുൾ ലൈറ്റിങ്സ് ആണ്. ഫുൾ തിരക്കാണ് ഗൈസ്.
അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ കനകുന്ന് ഇറങ്ങാറായപ്പോൾ വിവേകേട്ടൻ, കാത്തുചേട്ടൻ, ശനിച്ചേട്ടൻ, സിദ്ധാർത്ഥേട്ടൻ, മണിച്ചേട്ടൻ, ടോണിച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവർക്കും ബൈ ബൈ ബൈ. ഇതോടുകൂടി നമ്മൾ ട്രിവാൻഡ്രം ഓണാഘോഷം നമ്മൾ അവസാനിപ്പിക്കുന്നു. ടാറ്റാ ടാറ്റ പറ. സോറി ടാറ്റാ ടാറ്റാ.